വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ കുറച്ച് ഹെൽത്തി ഹാബിറ്റ്സ് കാണിച്ചുകൊണ്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഇന്ന് കഴിക്കുന്ന എല്ലാ മീലും പിന്നെ ഡെയിലി കഴിക്കുന്ന എല്ലാ സംഭവങ്ങളും ഞാൻ നിങ്ങളെ കാണിക്കും. അപ്പോൾ ഞാൻ ഈയിടെയായിട്ട് അങ്ങനെ ഭയങ്കര ഡയറ്റൊന്നും ഫോളോ ചെയ്യുന്നില്ല. കാരണം ഞാനത് ചെയ്യാറാകെ ജിമ്മിൽ പോകുമ്പോൾ മാത്രമാണ്. ജിമ്മിൽ പോവാത്ത ടൈമിലൊക്കെ ഞാൻ വീട്ടിലെന്താണോ ഉണ്ടാക്കുന്നത് വീട്ടിൽ നിന്ന് തന്നെ 3 നേരവും കഴിക്കാൻ നോക്കും. വീട്ടിൽ തന്നെ കുക്ക് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഇടയ്ക്കൊക്കെ പുറത്തുനിന്നും കഴിക്കും, പക്ഷെ മാക്സിമം വീട്ടിൽ നിന്ന് തന്നെ കഴിക്കാനായിട്ട് നോക്കും. പിന്നെ ബാലൻസ്ഡ് ആയിട്ട് കഴിക്കാനായിട്ട് നോക്കും. പിന്നെ ഞാൻ പണ്ട് മുതലേ ഭയങ്കര ക്വാണ്ടിറ്റി കഴിക്കുന്ന ആളല്ല. അപ്പോൾ ക്വാണ്ടിറ്റി എപ്പോഴും ഞാൻ കുറവേ എടുക്കുള്ളൂ. സോ എനിക്ക് ഭയങ്കര ഒരു വെയിറ്റ് ഫ്ലക്ച്വേഷൻ ഒന്നും ജിമ്മിൽ പോയിട്ടില്ലെങ്കിലും അങ്ങനെ ഇതുവരെ ടച്ച് വുഡ് വരാറില്ല. പിന്നെ വേറൊരു കാര്യം കൂടെ, ഞാൻ ഷുഗർ ഇൻടേക്ക് എൻ്റെ എപ്പോഴും ഭയങ്കര കുറവാണ്. ചെറുപ്പം മുതൽ എനിക്ക് അങ്ങനെ ഭയങ്കര സ്വീറ്റ് ടൂത്ത് ഉള്ള ആളല്ല. അതുകൊണ്ട് ഷുഗർ അധികം ഞാൻ കൺസ്യൂം ചെയ്യാറില്ല. ഇപ്പൊ ഞാൻ ചായയും കാപ്പിയും കൂടെ കുടിക്കുന്നത് നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷുഗർ ഇൻടേക്ക് എൻ്റെ വളരെ കുറവാണ്. പിന്നെ ഈ ചായയും കാപ്പിയൊക്കെ നിർത്താനായിട്ട് ഒരു റീസൺ കൂടി ഉണ്ട്. എനിക്ക് പൊതുവെ കുറച്ച് ആസിഡിറ്റി, ബ്ലോട്ടിങ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ ഉടനെ ചായയും കാപ്പിയൊക്കെ കുടിക്കുമ്പോൾ അത് കുറച്ചും കൂടെ അത് ഒന്ന് കൂട്ടും. അപ്പോൾ എൻ്റെ ഡോക്ടറാണ് പറഞ്ഞത്, ഫസ്റ്റ് വെറും വയറ്റിൽ ഈ ചായയും കാപ്പിയും കുടിക്കുന്നതിന് പകരമായിട്ട് കുറച്ച് വോം വാട്ടറോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ജീരക വെള്ളമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി ബ്ലോട്ടിങ്, അസിഡിറ്റി ഈ ഇഷ്യൂസിനൊക്കെ ഹെൽപ്ഫുൾ ആവും. അപ്പോൾ ഞാനിപ്പോൾ മോർണിംഗ് ഡ്രിങ്ക് ആയിട്ട് എൻ്റെ ഫസ്റ്റ് ഡ്രിങ്ക് ഓഫ് ദി ഡേ എന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും പണ്ട് ഞാൻ ഒരിടയ്ക്ക് ഫുൾ കുടിച്ചുകൊണ്ടിരുന്നത് ഇത് തന്നെയായിരുന്നു, ടേമറിക് വാട്ടർ. അപ്പോൾ ഇത്തവണ ഞാൻ ടേമറിക് വാട്ടറിൽ ടേമറിക്, പെപ്പർ, പിന്നെ ഉലുവ, ഇഞ്ചി ആദ്യം വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് അതിലേക്ക് ജീരകം, ഉലുവ, പിന്നെ അജ്വൈൻ ഉണ്ടല്ലോ, അജ്വൈൻ, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് പെപ്പർ, ഇത്ര ഇട്ടിട്ടാണ് ഇത് നല്ലോണം ബോയിൽ ചെയ്യുന്നത്. എന്നിട്ട് ഈ വെള്ളമാണ് ഞാൻ ഫസ്റ്റ് കുടിക്കുന്നത്. രാവിലെ എണീറ്റ ഉടനെ ഒരു ഗ്ലാസ് ഈ വെള്ളം കുടിക്കും. അത് കഴിഞ്ഞ് ഒരു ഹാഫ് ആൻ അവർ ഒക്കെ കഴിഞ്ഞിട്ടാണ് വല്ല ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കുക്ക് ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ഇതിപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ്. അപ്പം ഇവിടെ എനിക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നും വരാറില്ല. കാരണം എൻ്റെ അമ്മ എക്സ്പേർട്ട് കുക്കാണ്. പിന്നെ ഇവിടെ ഹെൽപ്പ് ചെയ്യാനൊരു ചേച്ചിയും കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ വെറുതെ കൈ കഴുകി ഇരുന്നാൽ മതി, അങ്ങനെയാണ്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. അത് ഞാൻ വിചാരിച്ചു ഇവിടെ നിന്ന് തന്നെ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന്. അപ്പോൾ ഞാനിപ്പോൾ രാവിലെ എണീറ്റു, എൻ്റെ മോർണിംഗ് ഡ്രിങ്കും കുടിച്ചു. ഇനി ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഞാൻ കഴിക്കുന്നതെന്ന് കാണിക്കാം. പ്ലസ് ഈ ദിവസം ഞാൻ ചെയ്യുന്ന ചെറിയ ചെറിയ ആക്ടിവിറ്റീസ്, ഞാൻ ജിമ്മിൽ പോകുന്നില്ല എന്നേ ഉള്ളൂ, പക്ഷെ എന്തെങ്കിലുമൊക്കെ ഫിസിക്കൽ ആക്ടിവിറ്റി ഞാൻ ചെയ്യാനായിട്ട് നോക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. മോർണിംഗ് ഡ്രിങ്ക് ഒക്കെ കുടിച്ച് കഴിഞ്ഞ് മുറ്റത്തിൽ കൂടെ കുറച്ച് നടന്നു, വീഡിയോസൊക്കെ എടുത്തു. അപ്പോഴേക്കും ഒരു ഹാഫ് ആൻ അവർ ഒക്കെ കഴിഞ്ഞിരുന്നു. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള ടൈമായി. ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇന്നുണ്ടായിരുന്നത് അപ്പവും മുട്ടക്കറിയാണ്. പൊതുവെ എനിക്ക് ഏറ്റവും മടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ്. കാരണം ആ ഒരു സമയത്ത് എനിക്ക് ഒട്ടും വിശക്കാറില്ല. ഞാൻ പണ്ട് മുതലേ വളരെ കഷ്ടപ്പെട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നത്. അപ്പോൾ എനിക്ക് കൂടി വന്ന 1 or 2 അപ്പം മാക്സിമം കഴിക്കാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് വിശക്കില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞാണ് ഞാൻ എൻ്റെ എഡിറ്റിംഗ് വർക്കും പിന്നെ അല്ലറ ചില്ലറ ചെറിയ പണികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കുറേ നേരത്തേക്ക് ഞാൻ ലാപ്ടോപ്പിൻ്റെ ഫ്രണ്ടിൽ ഹെൽഡപ്പ് ആയിരിക്കും. പിന്നെ ഈ ഒരു സമയത്താണ് ഞാൻ വെള്ളം കുടിക്കാൻ ഓർത്ത് ബോട്ടിലൊക്കെ അടുത്ത് വെച്ച് വെള്ളം കുടിക്കുന്നതും ഒക്കെ. കാരണം എൻ്റെ അമ്മ എപ്പോഴും പറയും, നമ്മൾ ഫുഡിന് തൊട്ട് മുമ്പോ അല്ലെങ്കിൽ ഫുഡ് കഴിഞ്ഞ് ഉടനെയോ വെള്ളം കുടിക്കരുത്, ബെല്ലി ഫാറ്റ് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ഫുഡിന് ഹാഫ് ആൻ അവർ മുമ്പ് അല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവറിന് ശേഷമാണ് വെള്ളം കുടിക്കേണ്ടതെന്ന് പറയും. അപ്പോൾ അങ്ങനെ ഈ ഒരു സമയത്ത് ഞാൻ ഓർത്ത് വെള്ളം കുടിക്കാറുണ്ട്. അപ്പോൾ ഞാനിപ്പം എഡിറ്റിങ്ങിൽ നിന്നൊക്കെ ഒരു ബ്രേക്ക് എടുത്ത് ഒന്ന് പുറത്ത് വന്നിരിക്കുകയാണ്, ഫ്രൂട്ട്സും കഴിച്ചുകൊണ്ട്. സോ ബേസിക്കലി നമ്മൾ പണ്ടൊക്കെ ഫ്രൂട്ട് എപ്പോഴും മീൽ കഴിഞ്ഞിട്ട്, ലഞ്ച് കഴിഞ്ഞ് അല്ലെങ്കിൽ ഡിന്നർ കഴിഞ്ഞിട്ടൊക്കെയാണല്ലോ ഫ്രൂട്ട്സ് കഴിക്കുക. ഞാൻ പൊതുവെ അങ്ങനെ ആയിരുന്നു. പക്ഷേ ഈ അടുത്തായിട്ടാണ് ഞാൻ അറിഞ്ഞത്, നമ്മളെപ്പോഴും ലഞ്ചിനോ ഡിന്നറിനൊക്കെ മുമ്പ് വേണം ഫ്രൂട്ട്സ് കഴിക്കാൻ. പിന്നെ ഫ്രൂട്ട്സൊക്കെ ഫസ്റ്റ് ഹാഫ് ഓഫ് ദി ഡേയിൽ കഴിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ ഫുഡിന് മുമ്പേ കഴിക്കുന്നതാണ് നല്ലത്. എസ്പെഷ്യലി എന്നെ പോലെ ബ്ലോട്ടിങ് ഇഷ്യൂസൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ എപ്പോഴും ഫുഡിന് മുമ്പ് ഫ്രൂട്ട്സ് കഴിക്കാൻ ശ്രമിച്ചു നോക്കൂ. ഈ ബ്രേക്കൊക്കെ എടുക്കുമ്പം ഇപ്പോൾ എൻ്റെ ഇവിടുത്തെ ഫേവററ്റ് ആക്ടിവിറ്റിയാണ് ഇവിടുത്തെ പൂച്ചക്കുട്ടികളുടെ കൂടെ കളിക്കാൻ. ഇതിവിടെ വളർത്തുന്ന പൂച്ചക്കുട്ടിയൊന്നും അല്ല, പക്ഷെ ഇപ്പോൾ വളർത്തുന്ന പോലെയാണ്. കാരണം ഫുഡ് കൊടുത്ത് ഇപ്പോൾ ഇവർ എപ്പോഴും ഇവിടെ തന്നെയാണ്. പിന്നെ വലിയ പൂച്ചയ്ക്കൊരു ചെറിയ കുട്ടി ഉണ്ടായി. അപ്പം അതിനെ കാണാനാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ കാണിച്ചു തരാം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ അവിടെ ഉറങ്ങുകയാണെന്ന് നമുക്ക് നോക്കാം.
നിങ്ങൾക്ക് എൻ്റെ ലഞ്ച് കാണിച്ചു തരാം. ലഞ്ചിന് എല്ലാ ദിവസവും നമുക്ക് ബോയിൽഡ് റൈസ് തന്നെയായിരിക്കും, പക്ഷേ കറികൾ ഓരോ ദിവസവും ഓരോ പോലെ ആയിരിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് കിളിമീൻ ഫ്രൈ ഉണ്ട്, അച്ചിങ്ങ ഉപ്പേരി ഉണ്ട്, ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്, ഓലനുണ്ട്, രസമുണ്ട്, ഉണക്കമീൻ ഫ്രൈ ഉണ്ട്, പിന്നെ ഇത് പ്രോൺസ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് ലഞ്ചിനുള്ളത്. ഞാനിപ്പോഴും കുറച്ച് ചോറും കൂടുതൽ കറികളുമാണ് എടുക്കുന്നത്. ഇതാണ് ഇന്നത്തെ എൻ്റെ ഈവനിങ് സ്നാക്ക്. ഇതിനെ ഞങ്ങൾ വിളിക്കുന്നത് പൊരി എന്നാണ്. കൂടുതൽ അമ്പലത്തിലെ ഉത്സവങ്ങൾക്കും പിന്നെ എക്സിബിഷൻസിലൊക്കെയാണ് ഞാനിത് കണ്ടിട്ടുള്ളത്. എൻ്റെ ഈവനിങ് ഡ്രിങ്ക് ഈയിടെയായിട്ട് ഗ്രീൻ ടീ ആണ്. കാരണം ചില ദിവസം ഉച്ചയ്ക്ക് ചിലപ്പോൾ ഹെവി ആയി കഴിച്ച് കഴിഞ്ഞിട്ടൊക്കെ നേരെ കിടന്നുറങ്ങിയില്ലെങ്കിൽ, ഞാൻ ഉറങ്ങാറില്ല ഞാൻ അങ്ങനെ, പക്ഷേ ഇടയ്ക്ക് വല്ലതും അറിയാണ്ട് ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ എണീക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഭയങ്കര ഒരു ബ്ലോട്ടഡ് ഫീലായിരിക്കും, ഒന്നും ഒരു സുഖം തോന്നില്ല, ഭയങ്കര ടയർഡായ പോലെയൊക്കെ ഫീൽ ചെയ്യും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഈവനിങ് ഗ്രീൻ ടീ കുടിച്ചു തുടങ്ങിയത്. ഇപ്പോൾ കുടിച്ചു തുടങ്ങിയതിന് ശേഷം ഞാനിപ്പം മിക്കപ്പോഴും വൈകിട്ട്, പിന്നെ ഇപ്പോൾ ചായയും കാപ്പിയും കൂടെ കുടിക്കാത്തതുകൊണ്ട് മിക്കപ്പോഴും ഞാൻ ഗ്രീൻ ടീ കുടിക്കാറ്. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം തുളസി ഫ്ലേവേർഡ് ആയിട്ട് വരുന്ന ഗ്രീൻ ടീ ആണ്. അതില്ലെങ്കിൽ ഇങ്ങനെ നോർമൽ ഗ്രീൻ ടീ ആയാലും ഞാൻ കുടിക്കും. ഇപ്പോൾ ഞാനിതാ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ബാഡ്മിൻ്റൺ കോർട്ടിലേക്കാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ അമ്മയും ചേച്ചിയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ എല്ലാവരും ഇവിടെ ഉള്ള സമയത്ത് നമുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഈവനിങ് ഒരു 1 hour 1.5 hours ഇങ്ങനെ ബാഡ്മിൻ്റൺ കളിക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് അതുമായി, എന്നാൽ ഫണ്ണുമാണ്. സോ നമുക്ക് ബാഡ്മിൻ്റൺ കോർട്ടിലേക്ക് പോവാം. കളിയൊക്കെ കഴിഞ്ഞ് കുളിച്ച് ഫ്രഷായി ഞാൻ താഴേക്ക് വന്നപ്പോഴേക്കും ഡിന്നർ ഓൾമോസ്റ്റ് റെഡി ആയിരുന്നു. എൻ്റെ ചേച്ചിയുടെ സ്പെഷ്യൽ സ്പെഗറ്റി വെജ് പാസ്ത ആയിരുന്നു ഇന്ന് ഡിന്നറിന്. അപ്പോൾ ഒരു 7:30 7:35 ഒക്കെ ആയപ്പോഴേക്കും എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് നമ്മളുടെ ഡിന്നറും കഴിഞ്ഞു. ഇവിടെ എല്ലാവരും പൊതുവെ ഒരു 7-7:30 മണിക്കുള്ളിൽ ഫുഡ് കഴിക്കും. എന്നിട്ടൊരു 8-8:30, ഒരു 9 മണി, മാക്സിമം ഒരു 9:30 അത്ര വരെ നിൽക്കുള്ളൂ. 9:30 ആകുമ്പോഴേക്കും എല്ലാവരും ഇവിടെ ഉറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഇടയായിട്ട് ഞാനും ഒരു 7-7:30 ഫുഡ് കഴിക്കാനായിട്ട് നോക്കാറുണ്ട്. പക്ഷെ ഞാൻ കിടക്കുന്നത് എപ്പോഴും ഒരു 11 ഒക്കെ ആകും. അപ്പോൾ 7-7:30 ഫുഡ് കഴിച്ച് കഴിയുമ്പോൾ ഒരു 11 ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് ആ ഒരു ഹെവിനെസ് ഇല്ലാണ്ട്, പ്രത്യേകിച്ച് എന്താ നമ്മൾ കഴിച്ചതെന്ന് പോലും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. അങ്ങനെ നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും. സോ ഇപ്പൊ കുറച്ച് നാളായിട്ട് ഞാനിപ്പോ കുക്ക് ചെയ്യുകയാണെങ്കിലും ഞാനൊരു 6 ഒക്കെ ആവുമ്പോഴേക്കും ഡിന്നർ കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് ഒരു 7 ആവുമ്പോഴേക്കും അപ്പൊ ഫുള്ള് ഫിനിഷ് ചെയ്തിട്ട് ഡിന്നറും കഴിച്ചിട്ട് ഒരു 7:30 ആവുമ്പോഴേക്കും എല്ലാ പരിപാടിയും കഴിയും. പിന്നെ പാസ്ത ഒരു ഹെൽത്തി ഡേയിൽ കാണിക്കാൻ പറ്റുന്ന ഓപ്ഷൻ അല്ലാന്ന് എനിക്കറിയാം. ഇന്ന് ഇവിടെ ഉണ്ടാക്കിയത് അതായിരുന്നു. അപ്പൊ എനിക്കിത് വേണ്ട, എനിക്ക് ഹെൽത്തി ആയിട്ട് വേണം എന്നൊന്നും ഞാൻ പറയാൻ നിന്നില്ല, ഞാനത് കഴിച്ചു. പക്ഷെ ഇത് വീട്ടിൽ തന്നെ കുക്ക് ചെയ്തതുകൊണ്ട് കൂടുതൽ വെജിറ്റബിൾസ് ഇട്ട് ചീസും ബട്ടറൊക്കെ കുറച്ച് ആഡ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അത്ര മോശമല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി ഈ ദിവസത്തെ എല്ലാ മീൽ പരിപാടികളും കഴിഞ്ഞു. ഞാൻ ഇന്ന് കഴിച്ചതും ഒക്കെ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. എൻ്റെ എല്ലാ മീലും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്.
ഇനി അപ്പൊ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാല് കുറച്ചു നേരം എന്തെങ്കിലും ബുക്ക് വായിക്കും, അല്ലെങ്കിൽ താഴെ പോയിരുന്ന സിനിമ കാണും, എന്നിട്ട് ഞാൻ കിടന്നുറങ്ങും. ബുക്ക് വായിക്കുന്ന സ്വഭാവം എനിക്ക് തീരെ ഉണ്ടായിരുന്നില്ല. പക്ഷെ കുറെ നാളായിട്ട് എന്റെ ചേച്ചി നല്ലോണം ബുക്ക് വായിക്കും. ബുക്ക് വായിക്കുന്നത് ഭയങ്കര നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും എന്നെ ബ്രെയിൻ വാഷ് ചെയ്യാറുണ്ട്, പക്ഷെ നടന്നിട്ടില്ല. ഈയിടെയായിട്ട് ഞാൻ എന്റെ സിസ്റ്ററിന്റെ കയ്യിലൊരു ബുക്ക് കണ്ടു. അപ്പൊ അത് ഞാൻ ഇങ്ങനെ വെറുതെ, എനിക്ക് അതിന്റെ കവർ പേജും അതിന്റെ ടൈറ്റിലൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ട് ഞാൻ വായിച്ചു തുടങ്ങി. എനിക്കത് കുറച്ചും കൂടെ കണക്ട് ചെയ്യാൻ പറ്റി. എനിക്ക് എന്തോ ഒരു ഇൻട്രസ്റ്റ് തോന്നി അതില്. അങ്ങനെ ഞാൻ വായിച്ചു തുടങ്ങിയതാണ്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ബുക്ക്. ഇത് കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള ബുക്കാണ്. മേ ബി നിങ്ങളിൽ പല ആൾക്കാരും വായിച്ചിട്ടുണ്ടാകും. അപ്പൊ ഈ രാത്രി നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ഈ ഫോണൊക്കെ നോക്കി ഒരുപാട് സമയം ഫോണിൽ കാണുന്നതിനെക്കാട്ടിലും ബെറ്റർ ആയിട്ട്, ഞാൻ നോക്കുന്നില്ല എന്നല്ല, ഞാൻ ഇപ്പോഴും നോക്കുന്നുണ്ട്. ഒരു ഹാബിറ്റ് ഒക്കെ മാറ്റിയെടുക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അതേപോലെ രാവിലെ എണീക്കുമ്പോഴും ആദ്യം ഫോൺ നോക്കുമായിരുന്നു. അത് എന്നെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. പക്ഷെ ഈ രാത്രി കിടക്കുമ്പോൾ ഇപ്പോഴും ഞാൻ ഫോണിലാണ്. അപ്പൊ അതൊന്ന് മാറ്റി ഇങ്ങനെ ബുക്സ് ഒക്കെ വായിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉറക്കം വരികയും ചെയ്യും, നമ്മുടെ സ്ക്രീൻ ടൈം കുറയുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ഞാൻ ഈ ബുക്ക് വായിച്ചു തുടങ്ങി. നിങ്ങൾ ആരെങ്കിലും ഇത് വായിച്ചിട്ടുണ്ട്, ഇഷ്ടമാണെങ്കിൽ പറയാം. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.